ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്? ബംഗാൾ. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം? 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി? മിന്റോ സെക്കൻഡ്. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി? ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INC പ്രസിഡന്റ്? BN ധർ. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ. ഇതൊരു ക്രൂരമായ തെറ്റാണ്. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുരേന്ദ്രനാഥ ബാനർജി. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1905. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആര്? CR ദാസ്. ജാത്ര എന്നത് എന്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച പരമ്പരാഗത നൃത്ത നാടക രൂപമാണ്? സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി? കൃഷ്ണകുമാർ മിത്ര. കൃഷ്ണകുമാർ മിത്ര തന്റെ ആശയം പ്രചരിപ്പിച്ച പ്രസിദ്ധീകരണം? സഞ്ജീവനി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്? VO ചിദംബരം പിള്ള. സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്? അബനീന്ദ്രനാഥ ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ സമിതിയുടെ സ്ഥാപകൻ? അശ്വനി കുമാർ ദത്ത. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം? 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം? തൂത്തുക്കുടി. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്? VO ചിദംബരം പിള്ള. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? സൂററ്റ്. സൂററ്റ് വിഭജനം നടന്ന വർഷം? 1907. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്?
റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജന സമയത്ത് കോൺഗ്രസിന്റെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ്. ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം. ലഖ്നൗ സമ്മേളനം 1916. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം. ധാക്ക. മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ്. ആഗാ ഖാൻ. മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം. ലഖ്നൗ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് നടന്നത്. അമൃത്സർ. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം 1913. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത്. സരോജിനി നായിഡു. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിതമായത് 1916. ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കൾ. ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആനി ബസന്റ്. ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് 1913. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം. 1913 അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ലാല ഹർദയാൽ.